അതുപോലെ സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ റമദാനിൽ ആർക്കെങ്കിലും നോമ്പുകൾ ഖളാ ഉണ്ട് എങ്കിൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല, യാത്ര കാരണത്താലോ അല്ലെങ്കിൽ രോഗിയായത് കാരണത്താലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മുലയൂട്ടുന്ന കാരണത്താലോ, അല്ലെങ്കിൽ അവർക്കുള്ള ഹൈലോ നിഫാസോ ഉള്ള കാരണത്താലോ ഈ റമദാനിലെ നോമ്പ് ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്രയും പെട്ടെന്ന് ഈ ശഅബാൻ മാസത്തിൽ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ഖളാ വീട്ടേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആർക്കെങ്കിലും ഈ 11 മാസത്തിൽ സഹോദരങ്ങളെ ഖളാ വീട്ടാൻ യാതൊരു തടസ്സവും ശർഈയായ ഒരു ഒഴികഴിവുമില്ല, എന്നിട്ടും ഒരാൾ ഖളാ വീട്ടുന്നില്ല എങ്കിൽ, അടുത്ത റമദാൻ വരെ നോക്കി നിൽക്കുകയാണ്, ഖളാ വീട്ടുന്നില്ല, ഒരു ഒഴികഴിവുമില്ല എങ്കിൽ, സഹോദരങ്ങൾ, അത് ഹറാമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണ്, അള്ളാഹുവിങ്കൽ കുറ്റം കിട്ടുന്ന കാര്യമാണ്. റമദാനിൽ അള്ളാഹു നിങ്ങൾക്ക് ഒഴികഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ 11 മാസത്തിൽ സഹോദരങ്ങളെ അത് നോറ്റുവിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അതല്ലാതെ അടുത്ത റമദാൻ വരെ പിന്തിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ശർഈയായ ഒഴികഴിവില്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, തൗബ ചെയ്യേണ്ട കാര്യമാണ്. അവർ ആ നോമ്പ് നോറ്റുവിട്ടുന്നതിനോടൊപ്പം തന്നെ അവർ ഫിദിയ കൂടി നൽകേണ്ടതുണ്ട്. ഓരോ നോമ്പിനും 1.5 കിലോ അരി, ഓരോ നോമ്പിനും സഹോദരങ്ങൾ ഏകദേശം 1.5 കിലോ അരി അത് കൊടുത്തു വിട്ടേണ്ടതുണ്ട്. എന്നാൽ ഒരാൾക്ക് ശർഈയായ ഒഴികഴിവുണ്ട് എന്ന് വിചാരിക്കുക, അഥവാ പ്രസവവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നോമ്പ് ഒഴിവാക്കി, പിന്നീട് 1 വർഷം മുലയൂട്ടുന്നതിന്റെ കാരണത്താൽ അവർക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ യാത്രക്കാരനായ ഒരു വ്യക്തി റമദാനിൽ നോമ്പ് ഒഴിവാക്കി, ബാക്കിയുള്ള 11 മാസത്തിൽ വല്ല ഉദുറുള്ള കാര്യങ്ങൾ അവർക്കുണ്ടായി, രോഗമോ മറ്റോ ഉണ്ടായി, സഹോദരങ്ങളെ, ഇത്തരം ശർഈയായ ഒഴികഴിവ് ഒരാൾക്കുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിങ്കൽ കുറ്റമില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അടുത്ത റമദാനിന് ശേഷവും എപ്പോഴാണോ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുന്നത്, ആ സമയത്ത് നോമ്പ് നോറ്റുവീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ്. അതിനുവേണ്ടി ഇവർ പ്രത്യേക ഫിദിയൊന്നും അവർ നൽകേണ്ടതില്ല എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുമായിരുന്നു, കാന യകൂനു അലയ്യ സൗമു മിൻ റമദാൻ, എനിക്ക് റമദാൻ മാസത്തിൽ ഖളാ നോമ്പ് ഉണ്ടാകാറുണ്ട്, ഫമാ അസ്തതിഉ അൻ അഖ്ലി ഇല്ലാ ഫി ശഅബാൻ, ശഅബാനിലല്ലാതെ എനിക്കത് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല. അത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മറ്റുമൊക്കെ ഉള്ളതിനാൽ അവർ പലപ്പോഴും ശഅബാനിലാണ് അത് പൂർത്തിയാക്കാറുണ്ടായിരുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അവർ ശഅബാനിൽ തന്നെ അവസാനം വെച്ച് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ഖളാ നോമ്പുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ശഅബാൻ മാസത്തിൽ ആ ഖളാ നോമ്പുകൾ നോറ്റു വീട്ടേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ അവസാനത്തേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ നോക്കരുത്, എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കുക.